നമസ്കാരം. ഇന്തോനേഷ്യയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ജക്കാർത്ത. ജാവ ദ്വീപിന്റെ വടക്ക് കിഴക്കൻ തീരത്താണ് 661.52 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 1.14 കോടി ജനങ്ങളാണ് ജക്കാർത്തയിൽ മാത്രം വസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 14ാമത്തെ നഗരമായ ജക്കാർത്ത ദിനംപ്രതി മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്ത. നഗരപരിധിക്കുള്ളിലും പുറത്തുമായി 40 ദശലക്ഷത്തിലധികം ആളുകൾ വസിക്കുന്ന ജക്കാർത്തയുടെ 40% പ്രദേശവും സമുദ്രനിരപ്പിന് താഴെയാണുള്ളത്. അതുകൊണ്ട് തന്നെ തലസ്ഥാനം നുസാന്തരയിലേക്ക് മാറ്റാനുള്ള നടപടികളിലാണ് ഇപ്പോൾ ഇന്തോനേഷ്യ. ജക്കാർത്തയിൽ നിന്ന് 1400 കിലോമീറ്റർ ദൂരത്തുള്ള ബോർണിയോയുടെ കിഴക്കൻ തീരത്ത് നിർമ്മിക്കുന്ന പുതിയ നഗരമാണ് നുസാന്തര. $35 ബില്യൺ ചെലവഴിച്ച് 10 വർഷം കൊണ്ട് ഒരു പുതിയ നഗരത്തെ രൂപപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ജപ്പാന്റെ അധിനിവേശത്തിൽ നിന്ന് 1949 ഡിസംബറിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയതിന് പിന്നാലെയാണ് ജക്കാർത്തയെ രാജ്യത്തിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചത്. അതുവരെ ബറ്റാവിയ എന്ന ഡച്ച് പേരിൽ അറിയപ്പെട്ടിരുന്ന നഗരത്തെ ഇന്തോനേഷ്യൻ ദേശീയവാദികളാണ് ജക്കാർത്ത എന്ന് പുനർനാമകരണം ചെയ്തത്. ജപ്പാനിലെ ടോക്കിയോ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്ന 2ാമത്തെ നഗരമേഖല കൂടിയാണ് ജക്കാർത്ത. ജക്കാർത്തയുടെ പ്രതിസന്ധികൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പണ്ട് 18ാം നൂറ്റാണ്ടിൽ ഡച്ച് സംഘം കൃഷിക്ക് വേണ്ടി വലിയ തോതിൽ വനങ്ങൾ ഇല്ലാതാക്കിയപ്പോൾ മുതൽ ജക്കാർത്തയുടെ നല്ല കാലം തീരുകയായിരുന്നു. കഴിഞ്ഞ 25 വർഷം കൊണ്ട് ജക്കാർത്ത 16 അടിയോളം താഴ്ന്നിട്ടുണ്ടെന്നാണ് പരിസ്ഥിതി പഠനങ്ങൾ പറയുന്നത്. ജക്കാർത്തയുടെ തീരപ്രദേശത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ പ്രതിവർഷം 11 മുതൽ 12 സെന്റിമീറ്റർ നിരക്കിലാണ് സമുദ്രനിരപ്പ് ഉയരുന്നത്. ഇത് സംബന്ധിച്ച പഠനങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്തോനേഷ്യൻ സർക്കാരിന്റെ പ്രധാന ഓഫീസുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിലായിരുന്നു. എന്നാൽ പ്രതിവർഷം 25 സെന്റിമീറ്റർ വെച്ച് ഇത് മുങ്ങിക്കൊണ്ടിരിക്കുന്നു. അമിതമായ അളവിൽ ഭൂഗർഭജലം ഖനനം ചെയ്തതാണ് ഇതിന് കാരണമെന്നാണ് കരുതുന്നത്. 2050 ആകുമ്പോഴേക്കും ജക്കാർത്തയുടെ 95% മുങ്ങുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ്. ആഗോളതാപനം ലോകത്താകമാനം സമുദ്രനിരപ്പ് ഉയർത്തുന്നതിലേക്ക് നയിക്കുന്നുണ്ട്. റിംഗ് ഓഫ് ഫയറിൽ ഉൾപ്പെട്ട ജക്കാർത്തയുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾക്ക് പുറമെ ഇതും മുങ്ങലിന് പിന്നിലെ ഒരു പ്രധാന കാരണമാണ്. പ്രതിവർഷം 5 മുതൽ 6 മില്ലിമീറ്റർ വീതം സമുദ്രനിരപ്പ് ഉയരുന്നുണ്ടെന്നാണ് കണക്ക്. അത് ജക്കാർത്തയുടെ നിലനിൽപ്പിന് തന്നെ വൻ ഭീഷണിയായി മാറുകയാണ്. 2014 ജക്കാർത്തയുടെ ഗവർണർ ബസുക്കി തജാപൂർനാമ ജലസ്രോതസ്സുകളുടെ നിയമവിരുദ്ധമായ ഉപയോഗം അപകടകരമായ അളവിൽ എത്തിയതായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ എത്ര അളവിൽ ഭൂഗർഭജലം ഉപയോഗിക്കുന്നുണ്ടെന്ന കണക്കുകൾ ഭരണകൂടം വെളിപ്പെടുത്തിയിട്ടില്ല. ജലസ്രോതസ്സുകൾ പുനഃസ്ഥാപിക്കുന്നതിനായി ജക്കാർത്ത പരിസ്ഥിതി മന്ത്രാലയം 2009 നിരവധി നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതൊന്നും നടപ്പിലായിട്ടില്ല. കോവിഡിന് പിന്നാലെ 2022 ജനുവരിയിൽ തലസ്ഥാനം മാറ്റാനുള്ള ബിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പാസായി. പുതിയ തലസ്ഥാനത്തിന് ദ്വീപ സമൂഹം എന്നർത്ഥമുള്ള നുസാന്തര എന്നാണ് പേര് നൽകിയത്. 80 പേരുകളിൽ നിന്നാണ് നുസാന്തര തിരഞ്ഞെടുത്തത്. തലസ്ഥാനം മാറ്റുന്നതിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകൾ കിഴക്കൻ കാലമാൻഡയിലേക്കും പുനഃസ്ഥാപിക്കാൻ ആരംഭിച്ചിരുന്നു. ബോർണിയോ ദ്വീപ സമൂഹത്തിൽപ്പെട്ട സ്ഥലമാണ് നുസാന്തര. 14 ദശലക്ഷം പഴക്കമുള്ള മഴക്കാടുകൾക്കും ബോർണിയൽ ഒറാങ്കുട്ടൻ ഉൾപ്പെടെ വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി ജീവിവർഗങ്ങളുമുള്ള മേഖലയാണിത്. ബോർണിയയുടെ 1/3 ഭാഗവും ഇന്തോനേഷ്യൻ അധീനതയിലാണുള്ളത്. ബാക്കി ഭാഗം മലേഷ്യയുടെയും ബ്രൂണയുടെയും നിയന്ത്രണത്തിലാണ്. ബോർണിയോയിൽ ഏതാണ്ട് 23 ദശലക്ഷം ആളുകളാണുള്ളത്. ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകളാണ് നുസാന്തര കെട്ടിപ്പടുക്കാനായി പണിയെടുക്കുന്നത്. ഇവിടേക്കുള്ള റോഡുകളുടെ നിർമ്മാണമാണ് 2022 മുതൽ ആരംഭിച്ചിരുന്നത്. വനത്തിലൂടെയുള്ള റോഡിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷമാണ് സർക്കാർ ഓഫീസുകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായാൽ തുടക്കത്തിൽ 5 ലക്ഷം ആളുകൾ തലസ്ഥാനത്തുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2045 നുസാന്തര പ്രവർത്തന സജ്ജമാവുമെന്ന് ഇന്തോനേഷ്യൻ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജത്തിലായിരിക്കും നഗരം പ്രവർത്തിക്കുക. ഹരിത സുസ്ഥിര വികസനമാണ് ലക്ഷ്യം. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും നഗരത്തിലേക്കുള്ള പ്രവേശനം. തലസ്ഥാനത്തിന് വേണ്ടി മാത്രം 50 മെഗാവാട്ട് സൗരോർജ്ജ പ്ലാന്റും നിർമ്മാണത്തിലാണ്. അങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നാടിനെ പുനർനിർമ്മിക്കാനുള്ള നടപടിയിലാണ് ഒരു രാജ്യം മുഴുവൻ. എത്രയും പെട്ടെന്ന് തന്നെ പുതിയ നഗരം പ്രവർത്തന സജ്ജമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വാർത്തയുടെ നിറം തേടി തനി നിറം.